ചെറുപ്പത്തിലെ തൊട്ട് കിറ്റ്കാറ്റിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. ചോക്ലേറ്റ് പ്രേമികൾക്കിടയിൽ കിറ്റ്കാറ്റ് കഴിക്കാത്തവരുണ്ടാകുമോ? എനിക്കറിയില്ല. എന്തായാലും നെസ്ലയുടെ ഒരു പോപ്പുലർ ചോക്ലേറ്റ് ആണ് കിറ്റ്കാറ്റ്. ഇത് മിൽക്ക് ബേസ്ഡ് ഇതാണ്. മിൽക്ക്, വീറ്റ്, സോയ്, ട്രീനട്ട്സ്. ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന കിറ്റ്കാറ്റാണ്. നെസ്ലെ ഓസ്ട്രേലിയ ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലുള്ളത് മിൽക്ക്, വീറ്റ്, ഗ്ലൂട്ടൻ, സോയ് മേ കണ്ടെയ്ൻ ട്രീ നട്ട്സ്, അതർ ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ഇൻഗ്രീഡിയൻസ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്, അതാണ് കിറ്റ്കാറ്റ്. എന്നാൽ നമുക്ക് കിറ്റ്കാറ്റിൻ്റെ ഇന്ത്യൻ വെർഷനിലേക്കൊന്ന് പോയി നോക്കാം. നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്, വേൾഡ് ട്രേഡ് സെൻറ്റർ അല്ലേ, ന്യൂഡൽഹിയിലുള്ള സംഭവമാണ്. അപ്പോൾ കിറ്റ്കാറ്റ് ഇന്ത്യ, നെസ്ലെ ഇന്ത്യ ലിമിറ്റഡിൻ്റെ കിറ്റ്കാറ്റിലെ അത്യാവശ്യം നല്ല കാണാൻ കൊള്ളാവുന്ന അത്യാവശ്യം ഒരു വലിയ പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ മിൽക്ക് സോൾസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വെജിറ്റബിൾ ഫാറ്റ് ഉണ്ട്, ഹൈഡ്രേറ്റ് ഉണ്ട്, വെജിറ്റബിൾ ഫാറ്റ്സ് ഉണ്ട്, റിഫൈൻഡ് വൈറ്റ് ഫ്ലവർ ഉണ്ട്, കൊക്കോ സോൾസ് ഉണ്ട്, എമിൽഷിഫയർ ഉണ്ട്, ഈസ്റ്റ്, ഇറൈസിംഗ് ഏജന്റ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ്, അയോഡൈസ്ഡ് സാൾട്ട് ഫോർ ഫ്ലോർ ട്രീറ്റ്മെൻറ്റ് ഏജന്റ് ആൻഡ് നാച്ചുറൽ ആയിട്ട് ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ്. അലർജൻ നോട്ട് മേ കണ്ടെയ്ൻ വീറ്റ്, മിൽക്ക്, സീസൺസ് ആൻഡ് സോയ് മേ കണ്ടെയ്ൻ ട്രീ നട്ട്സ്. അതായത് ഇന്ത്യൻ കിറ്റ്കാറ്റിൽ ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കിറ്റ്കാറ്റിലോ അത്രയധികം സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലേതാ ബെറ്റർ എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കുക. ടേസ്റ്റൊക്കെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല, കഴിച്ച് നോക്കിയതാണ്. പക്ഷേ ശരീരത്തിന് ഗുണം ഈ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാധനമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ കുറേ മിഠായികളും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യക്കാർക്ക് നെസ്ലെ കൊടുക്കുന്ന കിറ്റ്കാറ്റ് അത്ര സേഫ് അല്ല എന്നാണ് അർത്ഥം. ലെറ്റ്സ് ടോക്ക്.